സമയം അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇരിക്കാം. അതിനുശേഷം നമുക്ക് വിശേഷങ്ങളിലോട്ടും ആഘോഷത്തിൻ്റെ കുറേയധികം സംസാരങ്ങളിലോട്ടും പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും മലയാള സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ സമയത്ത് ദിലീപേട്ടൻ ചിത്രം വരുമോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു അമിതാഹ്ലാദമുണ്ട്. ഇതിനേക്കാൾ ഉപരി ഒരു അമിത പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് ഒട്ടും തെറ്റിക്കാതെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അഴിഞ്ഞാട്ടമായിരുന്നു. ഒരുപക്ഷെ സിനിമയിൽ അതിനേക്കാൾ ഉപരിയായിട്ടൊരു സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ എത്രത്തോളം ആവേശം മലയാള സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ പറ്റൂ അതിന്റെ മാക്സിമം കൊടുക്കാൻ ടീം ബബ്ബയ്ക്ക് സാധിച്ചു. ആ ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒരു ജനപ്രിയ ചിത്രമായിട്ട് മാറി എന്നുള്ളതിന്റെ ഒരു തെളിവ് ഒരു കൈഡിയിലൂടെ ഒന്ന് കാണിച്ചാൽ കേട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു ആഘോഷത്തിന്റെ സമയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഈ ഒരു സമയമുണ്ട്. അവരെല്ലാവരിലേക്കും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, അവരുടെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആൻഡ് കൃഷ്ണമൂർത്തി നിർമ്മിച്ച ഫഹീം ആൻഡ് നൂറിൻ രണ്ടുപേരുടെയും രചനയിൽ നവാഗതനായിട്ടുള്ള ധനജയ് ശങ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ബബ്ബ ഇന്ന് 8 ദിവസം കൊണ്ട് 50 കോടി ക്ലബും കഴിഞ്ഞ് ഓഫീസിൽ പോകുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു ആവേശവും ആഘോഷവും അത് വാക്കുകൾക്ക് അപ്പുറമാണ്, വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഈ ഒരു ആഘോഷ സമയത്ത് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ സമയം ക്ഷണിക്കുന്നത് നമ്മുടെ ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഡ്രീം ബിഗ് ഫിലിംസിന്റെ സാരഥി നമുക്കൊക്കെ പ്രിയപ്പെട്ട സുഹിതേട്ടനെയാണ്. ഏകദേശം 450-ലധികം സ്ക്രീനിൽ ഇന്ന് ഈ ചിത്രം ഏറ്റവും ആഘോഷപൂർവ്വം കൂടി കൊണ്ടുപോകുമ്പോൾ സുഹിതേട്ട. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ആദ്യമേ ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ സൗമനസ്യം കാണിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യമേ തന്നെ നന്ദി. അതേപോലെ ഈ ഫംഗ്ഷനിലേക്കുള്ള സ്വാഗതം കൂടി പറഞ്ഞോളുന്നു. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ഈ ചിത്രം ഡിസംബർ 18-നാണ് ലോകമാകെ റിലീസ് ചെയ്ത് അന്ന് ഡിസംബർ 18-ന് കേരളത്തിൽ രാവിലെ 8 മണി തൊട്ടാണ് ഷോ തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ ഈവനിങ് തൊട്ടാണ് അന്ന് ഷോ നടത്തിയത്. ആദ്യത്തെ ദിവസം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഹയസ്റ്റ് ഡേ 1 കളക്ഷനുള്ള റെക്കോർഡ് നേടുന്ന രണ്ടാമത്തെ ചിത്രമായി നമ്മുടെ ബബ്ബ മാറി എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏകദേശം ആദ്യ ദിവസം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമകളിൽ 2ാം സ്ഥാനമാണ്. ആദ്യത്തെ ദിനത്തിൽ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന 2 മലയാള ചിത്രങ്ങളേ ഉള്ളൂ മലയാള സിനിമയിൽ കേരള ബോക്സ് ഓഫീസ് ഡേ 1-ൽ. അതിൽ രണ്ടാമത്തത് ബബ്ബയാണ്. അതേപോലെ ഡേ 1 വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 15 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇപ്പോൾ ചിത്രം ക്രിസ്മസ് കഴിഞ്ഞ് 2ാം വാരം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, 2ാം വാരത്തിലൂടെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് 50 കോടി ക്ലബിലേക്ക് എത്തുന്ന ചിത്രങ്ങളിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഇടം നേടുവാൻ ബബ്ബ പോവുകയാണ്. 50 കോടി ക്ലബിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ചിത്രത്തിന് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ 2ാം വാരത്തിലും 200-ലധികം തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ഈ ഒരു സക്സസ്സിന് നിങ്ങളെവരുടെയും മീഡിയ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടിന് ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മറ്റു താരങ്ങളും അണിയറക്കാരും പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ആദ്യ ചിത്രത്തിൽ തന്നെ ഹിറ്റടിക്കുക എന്ന അപൂർവ നേട്ടത്തിന് നവാഗതരിൽ പുതിയ മുഖം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്രത്തോളം താരങ്ങളെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ട്. ആ സംവിധാന മികവിൽ ഒട്ടും കുറവ് വരുത്താതെ ഒരുപക്ഷെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മലയാളികൾക്ക് നൽകി ഏറ്റവും മികച്ച വിരുന്നിലെ പുറകിലെ ആ സംവിധായക മികവ്. ദ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് മിസ്റ്റർ. താങ്ക് യു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. സിനിമ തിയേറ്ററിൽ ആളുകൾ ഡാൻസ് കളിച്ച് പാട്ടുപാടി കാണുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. നല്ലതും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ സുഹിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ ആയതിൽ അത് ഭയങ്കര വലിയൊരു സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. അതുപോലെ ദിലീപേട്ടനെയും ലാലേട്ടനെയും വിനീതേട്ടനെയും ധ്യാനേട്ടനെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ അത് വലിയൊരു ഭാഗ്യമായിട്ടും അത് എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ടും ഞാൻ കാണുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു ദിലീപേട്ടനെ 2 കാലഘട്ടത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ഫേസ് സിമിലാരിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര സിമിലൻസ് ആയിട്ട് ഒരു പക്ക ഒരു കാസ്റ്റിംഗ് നമ്മൾ കണ്ടു.
ആൻഡ് സത്യ അതിന്റെ ചെറുപ്പകാലഘട്ടം ഏറ്റവും ഭംഗിയായിട്ട് സിനിമയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. സോ യെസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇതിൽ എന്നെ ഈ ഒരു റോളിൽ അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതുകൂടാണ്ട് താങ്ക് യു ടു ഗോപാലൻ സർ, കൃഷ്ണമൂർത്തി ചേട്ടൻ, പിന്നെ DJ ആൻഡ് മവൻ. ഭയങ്കര ഒരു വലിയൊരു മൂമെൻ്റ് തന്നെയാണ്. ഇതേപോലത്തെ ഒരു വലിയൊരു സിനിമയിൽ തന്നെ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയ കിട്ടിയൊരു ചാൻസിന് ഞാൻ ദൈവത്തിനോടും നന്ദി പറയുന്നു. സോ താങ്ക് യു. യെസ്. നവമാധ്യമങ്ങളിലൂടെ വന്ന് ബിസ്ക്രീനിലോട്ട് ചേക്കേറിയ ഒരു പ്രിയതാരം നമുക്കിടയിൽ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ അല്ലെ പ്രേമലൂല സുഖിനോട് വന്ന് ഇന്ന് ഒരുപക്ഷെ പതിഞ്ഞ ശബ്ദത്തിൽ ഇത്രത്തോളം കൗണ്ടർ അടിക്കാനായിട്ട് കഴിവുള്ള മറ്റൊരാളുണ്ടോ എന്നുള്ള സംശയമാണ്. സോ യെസ്. സോ തീർച്ചയായിട്ടും ഏറ്റവും സ്നേഹം ഒരുപക്ഷെ നമുക്ക് വേദിയിൽ തന്നെ 2 ഗാന്മാർ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സോ ഷബീർ ഖാൻ പ്ലീസ്. സൗണ്ട് കുറവായിട്ടാണ് ചിരിക്കുന്നത്. ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ച DJക്കും ഗോകുലം മൂവീസിനും എല്ലാവർക്കും നന്ദി, സന്തോഷം. വാക്കുകൾ വളരെ ചുരുക്കിയിട്ടുണ്ട് അല്ലെ. ഇനി ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് എന്തായാലും ശിവരുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വരുന്ന സിനിമാ പ്രൊമോഷനിലൂടെ ഒക്കെ ഈ സാന്നിധ്യമില്ലാതെ നമുക്ക് പൂർണ്ണമാവില്ല. നമുക്ക് ഒരുപക്ഷെ 2025 രണ്ടാം പകുതിയിൽ എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം ഇല്ലാതെ അല്ലെ വളരെ അപൂർവമായിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ ജിബിൻ ചേട്ടൻ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഹിറ്റടിക്കും എന്നുള്ളൊരു തരത്തിലോട്ട് വരെ മാറിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം 9 പേരും ഒരു മികച്ച വേഷമായിട്ട് ജീവിതത്തിലും സിനിമയിലും മികച്ച പോലീസ് വേഷങ്ങളിലൂടെ ജിബിൻ ചേട്ടൻ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. സോ പ്ലീസ്. ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. വർഷത്തിൻ്റെ അവസാനവും നല്ലൊരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ദിലീപേട്ടനോടും ഈ ഒരു ടീമിനോടും ഒപ്പം ഈ വർഷം കഴിയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ട്. എല്ലാ സപ്പോർട്ടും നൽകിയ നിങ്ങളെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു 30 സെക്കൻഡ്സ് തിരു അഭിലാഷി എന്നുള്ള വന്മരം വീണിരിക്കുന്നു. ഇനി മധു ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നുള്ള തരത്തിലേക്ക് പുതിയൊരു ഡയലോഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഗോകുലം മൂവീസിൻ്റെ ഞാൻ അഭിനയിക്കുന്ന 2ാമത്തെ പടമാണ്. 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ആണ് ഇതിന് മുൻപ് ഞാൻ അഭിനയിച്ചത്, ഗോകുലം മൂവീസിൻ്റെ. അപ്പോൾ ഇതിൽ എന്നെ വിളിച്ചത് കൃഷ്ണമൂർത്തി സാറാണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനും ധനഞ്ജയനും ഒക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ പുതിയ ഇനി വരുന്ന വർഷം ഒരു നല്ല തുടക്കമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തലമുറകളുടെ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബിഗ് സ്ക്രീനിൽ നമ്മൾ ലാലേട്ടൻ നമ്മൾ കണ്ടു, റിയൽ ഓജിയായിട്ട്. പക്ഷെ ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും ഒരു ജെൻസി ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വേഷപ്പകർച്ചയിലൂടെ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട് അല്ലെ. ആരാണ്? യെസ്. ഒരുപക്ഷെ ഇത്രയധികം സിനിമകളിലൂടെ ഈ കാലത്തിനനുസരിച്ച് കോലം മാറാന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമയ്ക്കൊപ്പം തന്നെ വേഷവിധാനത്തിലും അപ്ഡേറ്റ്സിലൂടെ നമ്മളൊക്കെ യൂത്തിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് കോമ്പറ്റീറ്റർ റിയാസ് ഖാൻ. സോ റിയാസ് ഖാൻ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. പ്രസ് മീഡിയ, താങ്ക്സ് ടു പ്രസ് ആൻഡ് മീഡിയ. നിങ്ങൾ ഈ സിനിമ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ദ ഡയറക്ടർ ധനഞ്ജയൻ സർ ആൻഡ് ഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലൻ സർ. താങ്ക്സ് ടു ദ എൻറ്റയർ ടീം, ടെക്നീഷ്യൻസ്, താങ്കിങ് എല്ലാവരെയും താങ്ക് ചെയ്യുന്നു. പാത്രം കഴുകുന്ന സ്ത്രീ മുതൽ നമുക്ക് തുണി അലക്കി തരുന്ന ആൾക്കാർ വരെ ടു ദ ബോട്ടം ലെവൽ എന്ന് പറയുന്നില്ല, അതിൻ്റെ അർത്ഥം എല്ലാവരെയും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു എവറിബഡി. ഇതെല്ലാം ഇല്ലാതെ ഇതൊന്നും ഇല്ല, ഇത്രയും വലിയ വിക്ടറി ഇല്ല. എനിക്കൊരു സ്പെഷ്യൽ മൂമെൻ്റാണ്. ബിക്കോസ് ചെന്നൈയിൽ ട്രസ്പുരം എന്നൊരു സ്ഥലമുണ്ട് കോടമ്പാക്കത്തിൽ. അതൊരു ഗ്രൗണ്ടാണ്. അതിന് ചുറ്റപ്പറ്റി കുറേ വീടുകളുണ്ട്. ഇന്ന് അവിടെ ആ ഭാഗത്ത് താമസിച്ചവരൊക്കെ ഒന്ന് പുനീത് രാജായിരുന്നു, ഒന്ന് ശിവരാജ് കുമാറായിരുന്നു. അങ്ങനെ ഗോപാലൻ സാറിൻ്റെ വീട് ഈ ട്രസ്പുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കും. ഈ ബോൾ അടിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് പോകും. ഞാനാണ് പോയി ബോൾ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ 10 പ്രാവശ്യം ബോൾ എടുത്ത് വയ്ക്കും. സാറിനൊന്നും ഓർമ്മയില്ല, പക്ഷെ ഇതൊക്കെ ജീവിതത്തിൽ നടന്നതാണ്. ഇന്ന് ആ സാറിൻ്റെ പടത്തിൽ, അവരുടെ മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു. സോ ഇതൊക്കെ
ബിഗ് മൂമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഷാനയുടെ നിന്ന് ഞാൻ ശമ്പളം വാങ്ങുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതും ഈ ടീമിനായിട്ട് ഞാൻ യാത്ര ചെയ്തതും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്താണോ ബ്രദറാണോ അതറിയില്ല, ഈ റിലേഷൻ എന്താണെന്ന്. കുറേ പടം ദിലീപേട്ടൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോ എപ്പോഴും ഞാൻ ദിലീപേട്ടനോട് അഭിനയിക്കുമ്പോൾ അതൊരു സക്സസ് പടമായിട്ടേ ഉള്ളൂ. സോ ഇതും ഒരു വലിയ സക്സസ് ആണ്. സോ വളരെ സന്തോഷം. ചില വാക്കുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അത്രയൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആണ്, ഇന്നൊരു ദിവസമാണ്. സോ താങ്ക് യു എവറിബഡി, എല്ലാവരും, all the co-artists, all my colleagues, thank you so much and lots of love. Merry Christmas and Happy New Year. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇനി എല്ലാ കണ്ണുകളും കാതുകളും ഒരാളിലേക്ക്, ഒരുപക്ഷെ മലയാള സിനിമയിൽ, ഒരുപക്ഷെ മലയാളിയുടെ ഏതൊരു സന്തോഷത്തിലും സിനിമയിലെ വേഷപ്പകർച്ച കൊണ്ട് മാറ്റിയ ഒരാൾ, വിശ്വമാധവനായും കല്യാണരാമനായും വാളയാർ പരമശിവമായാലും ഒക്കെ ഇനി എത്രയൊക്കെ കഴിഞ്ഞാലും, ബൊബ സിനിമയിൽ വിനീതേട്ടൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇത് പുതിയ പിള്ളേരുടെ കാലഘട്ടമാണെന്നുള്ളത്. ഇനി എത്രയൊക്കെ പിള്ളേർ വന്നാൽ പോലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മലയാളി മനസ്സിലെ ആഘോഷങ്ങളുടെ സന്തോഷങ്ങളുടെ ഒരേ ഒരു ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരിക്കും പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കും കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി. അങ്ങനെയാണ് ഇന്നാണെങ്കിലും നിങ്ങളെ കേട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ. ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ധ്യാനും പിന്നെ ഇതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 2020 പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ അതിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ കഥ ഫാഗിനും നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ. ഇത് സിനിമ എന്നല്ല, ഒരു എന്താ പറയുക, തിയേറ്ററിൽ ഹരം ഉണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി. ഒരു ലോജിക്കും ഇതിനകത്തില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ലോജിക്കൊക്കെ പിടിക്കാൻ പോയ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ, ആ സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അവകാശവാദങ്ങളും ഇല്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക. നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം, ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു നൂലുമേക്കൂടി ഉള്ളതാണ്. അങ്ങോട്ട് പോയാൽ ഭ്രാന്ത്, ഇങ്ങോട്ട് വന്നാൽ നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു 8-10 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററിൽ പ്രേക്ഷകരും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന
താരങ്ങളും തമ്മിൽ വെച്ചാൽ പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാലോ ഒക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക. സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക ആഘോഷം, ഒരു ഉത്സവം നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ പല തിയേറ്ററിലും തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോവുകയുണ്ടായി. അപ്പോഴൊക്കെ പലരും വന്ന് പറഞ്ഞു ഞാൻ എത്ര കാലമായി എന്നറിയാം ഇതുപോലെ സിനിമ രസിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും ഗോകുലം മൂവീസിൻ്റെ ഗോപാലേട്ടനെയും കൃഷ്ണമൂർത്തിയെയും മറ്റുള്ള ബൈജു ബായ് ഗോപാലേട്ടൻ്റെ മകൻ അതുപോലെ പ്രവീൺ ഇവരൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ്. ഇത്രയും വലിയ ക്യാൻവാസിൽ അതുപോലെ തന്നെ ധനജയ്ക്ക് ഇത്രയും താരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ക്യാമിയോ ചെയ്യുന്ന എസ് ജെ സൂര്യ സർ. അപ്പം അവരുമൊക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക, ഒരു എൻ്റർടൈനർ, അല്ലാതെ നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല. ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ആ ആഘോഷം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു. കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നത് സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ വന്നപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ്സുമായിട്ട് സംസാരിക്കാം. കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ്, സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, നേരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾക്ക് ഈ സിനിമ വലിയ ഒരു രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ, ഇതിപ്പോൾ എൻ്റെ സിനിമ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ധനജയുടെ ആദ്യത്തെ സിനിമയാണ്. ഫാഹിനും നൂറും ചെയ്യുന്ന അവരെഴുതിയ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഈ സിനിമ കൊണ്ട് ഇതിൽ ലാലേട്ടനുണ്ട്, എസ് ജെ സൂര്യയുണ്ട്, അശോകേട്ടനുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, വിനീത് ഉണ്ട്, ധ്യാനുണ്ട്, ദേവേട്ടനുണ്ട്, സാൻഡി മാസ്റ്റർ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയാണ് സിനിമ. ശരണി ചേച്ചി തുടങ്ങി ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പം അവർക്ക് ഈ അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ ബൈജു സന്തോഷ്. ബൈജുബായി ഇതിൽ വല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരുന്നേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും ഒത്തു കിട്ടുക എന്ന് പറയുന്നത്. പലരും ഷൂട്ടിങ്ങിലും ഒക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞു പോയി. അപ്പം അതുകൊണ്ടൊക്കെ നമ്മളെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ ആഗ്രഹിക്കണം. മുന്നോട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ്. താങ്ക് യു. താങ്ക് യു ദിലീപേട്ട. തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യം വയ്ക്കുന്നതായിരിക്കും. നമസ്കാരം. ദിലീപേട്ട നമസ്കാരം. പപ്പ കണ്ടു ഗംഭീരമായിട്ടൊരു എന്താ പറയുക, ഒരു ആഘോഷിക്കാൻ പറ്റുന്ന, തിയേറ്ററിൽ നിന്ന് തുള്ളാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായ ഒരുപാട് നല്ല സിനിമയായിരുന്നു. അത് തന്നതിന് താങ്ക് യു. തിരിച്ച് നിങ്ങളോട്, കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ വേർഡ്സ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടത്. കാരണം നിങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ജനങ്ങളായിട്ടുള്ളതിൻ്റെയും നമ്മൾ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പാലമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് അത് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേത് മാത്രമല്ല, ഇത് വലിയ കൂട്ടായ്മയാണ്. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വരെ ഗുണം ചെയ്യുന്ന, ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകാവുന്ന കാര്യങ്ങളാണ്. എനിവേ താങ്ക്സ്. അതുപോലെ ദിലീപേട്ട, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ നൽകുന്ന കയ്യടിയായിരിക്കും, അല്ലെങ്കിൽ അവർ തരുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഏറ്റവും വലിയൊരു റെക്കഗ്നൈസർ. അപ്പം ഇത്രയും സ്ട്രഗിളിങ് കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്റർ വെച്ചിട്ട് കവിതയെ നമുക്ക് കണ്ടായിരുന്നു. ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപേട്ടന് കണ്ണു നിറങ്ങിയ ഒരു നിമിഷം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു കലാകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. വീഡിയോ കാണുന്ന സമയത്ത്
എങ്ങനെയുണ്ടായിരുന്നു ഒരു പ്രേക്ഷകൻ അത്രയും ഒരു ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ആരവമുണ്ടല്ലോ, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണത്. ആ ഒരു മൂമെന്റ് എങ്ങനെയാണ്? അല്ല, ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന 2 കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ എൻ്റെ ഡയറക്ടർ. ഇപ്പം ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല. ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു പ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിന്റെ ഫേറ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതില് ധനഞ്ജയുടെ ഇത് തന്നെയായിരുന്നു. ഞാൻ ഇന്റർവൽ സീക്വൻസിൽ പാട്ടിടുന്ന വിഷയം, മിസ്റ്റർ ബട്ട്ലറുടെ പാട്ട് ഇടുമ്പോൾ അപ്പൊ ഞാൻ ധനഞ്ജയ് ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട്. അപ്പൊ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല ഏട്ടാ, അത് കറക്റ്റ് ആവും. അങ്ങനെ നമ്മൾ 2 പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാട്ട്. കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചേ. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പോ ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ധനഞ്ജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ. ധനഞ്ജയിന്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു, അതൊന്നും തന്നില്ല. പിന്നെ അപ്പൊ ടൈലന്റൊക്കെ വേറെ തരത്തില്ലേ. എന്തായാലും എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ 10 ഇപ്പൊ നമ്മുടെ സിനിമകൾ വന്ന 10 ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ 3 ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണ്. 450 എത്രയോ സെന്റേഴ്സിൽ 450 എത്രയോ സെന്റേഴ്സിലുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ള ഇതാണ്. ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല, നല്ലൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല എന്നുള്ള അംഗീകാരം കൂടിയാണല്ലോ സിനിമ. താങ്ക് യു. ഡയറക്ടറോടാണ് എങ്ങനെ ഇപ്പൊ ദിലീപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ആദ്യ പടം, അത് ഇതേപോലെ ഒരു ജോണർ എല്ലാവരും മിക്സ് ഉണ്ടാകുന്നൊരു പ്രഷർ ഉണ്ടോ ഒരു ഡയറക്ടർ എന്ന ലെവലിൽ തിയേറ്ററിൽ സ്ക്രീനിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവും, ഇതെങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്, ഒരു എക്സ്പെരിമെന്റ് കൂടിയാണ്. എങ്ങനെയുണ്ട് ആ ഒരു വെയിറ്റ് എങ്ങനെയുണ്ട്? ലാസ്റ്റിനെ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ലാലേട്ടൻ മീശ പിരിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ, മുണ്ട് മടക്കുന്നത്, ഇന്ന പോലത്തെ സീൻ കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരുപാട് സീനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒരൊറ്റ സിനിമയിൽ ഞങ്ങൾ കാണിച്ചു. എങ്ങനെ ആ ഒരു വെയിറ്റ് പ്രഷർ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും വലിയ വലിയ ആളുകൾ നമ്മൾ എഴുതിയ, നമ്മൾ സ്വപ്നം കണ്ട സാധനത്തിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കിക്ക്. അപ്പോൾ അത് ഓരോ നിമിഷവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അത് സിനിമ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് അതിൻ്റെ ത്രില്ലിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ് നമ്മളെ കയ്യിൽ. അപ്പം നമ്മൾ അതിൻ്റെ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ. നമുക്ക് വേണ്ട കാര്യം എങ്ങനെ വേണം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി അവർ നമുക്ക് തന്നോളും. അടിച്ചുപോയി.
അല്ല റെഡി ദിലീപേട്ട നേരത്തെ പടത്തിലെ റെഫറൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് ദിലീപേട്ടൻ്റെ പടങ്ങളിലെ റെഫറൻസ് പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് കാണിച്ചത്. അപ്പോൾ എന്താ ഇതില് കുറെ സമയത്ത് ഈ പടത്തിന്റെ അല്ലെങ്കിൽ ആ പടത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് തോന്നി. കാരണം ദിലീപേട്ടൻ്റെ പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ദിലീപേട്ടന് ഏതെങ്കിലും ഒരു പടം ഇതിനു മുമ്പ് ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ബബ്ബയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ ധനജോട് പറഞ്ഞത് എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയതെന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനെപ്പോഴും ധനജോട് പറയും അത് വേണോ, പുതിയതെന്തെങ്കിലും പുതിയ ഇല്ലാട്ട, ഇത് ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ്, പിന്നെ നമ്മൾ ഇൻ്റർവെല്ലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ, അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്. ലാലേട്ടനെ കൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരുള്ള അടി, കാല് ഇതാക്കല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം, എന്നതൊരു എന്താ പറയുക, ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക എന്താ പറയുക. അതാണ് തുമ്പയ്ക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പോകുക. സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സാധനം എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവൂടാ, നമ്മൾ ചോദിക്കും എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കുറെ ഇപ്പോഴത്തെ ഒരു വേർഷനില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട. അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവാതെ ഇങ്ങനെയാണ് കണക്റ്റഡ്. സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, വിനീതിന്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഒരു ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത്. അതുപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഇനിയും പറയാം ബബ്ബബ്ബ ഉണ്ട് എന്ന് പറയാം. ആ ഒരു രീതിയിൽ സിനിമ കാണുന്നവരുണ്ട്. അപ്പൊ ദിലീപേട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി. അപ്പൊ ബബ്ബബയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ അതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് എനിക്കൊന്ന് മോക്കബോട്ടിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്റർവൽ സൈഡിലൊക്കെ. അപ്പൊ അതിനൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ദിലീപേട്ടൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അല്ല, ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം 34 വർഷം. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ്. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇതൊന്നും പഠിച്ചാൽ തീരൂല എന്ന് പറഞ്ഞാൽ ദിവസവും ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പുതിയത് കണ്ടുപിടിക്കുക. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയുന്നുണ്ട്, നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ്. അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാൻമാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളും അതിന്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ എന്റെ ഭാഗമാവുമല്ലേ. കഴിഞ്ഞ പടം ഒരു പുതുമുഖ സംവിധായകനാണ്, ഈ പടം പുതുമുഖ സംവിധായകനാണ്, അടുത്ത പടം ഒരു പുതുമുഖ സംവിധായകൻ. അപ്പം പുതിയ കാലങ്ങളിലേക്ക് പുതിയ കഥകൾ തേടി പോകുന്ന ഒരു ദിലീപിന്റെ ഒരു ട്രെയിഡ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണോ? ഞാൻ ഈ പടങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ലേ. ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ.
ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പുതിയ നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആന്റണി ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ച. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ള. ഇപ്പൊ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിന്റെ ആദ്യത്തെ സിനിമയാണ് അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പൊ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പൊ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടാവുണ്ടോ, അതിലെ പ്രമേയം ഇഷ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു. ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷനുണ്ട്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു. അപ്പൊ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയില്ല. അപ്പോൾ പുതിയ സംവിധായകര് നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ. പഴയ സംവിധായകരുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ നല്ല സംഭവമായിട്ട് വന്നാൽ ഞാൻ അവരുടെ കൂടെ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനകത്ത് നിന്ന് ചെയ്യേണ്ട ഇതുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും. അപ്പം ഇതിലെ കഥാപാത്രം വെച്ച് നോക്കുമ്പോഴേക്കും ദിലീപേട്ടനെ എന്താ പറയാ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും ഇതേപോലെ ഒരു കഥാപാത്രം കിട്ടാനാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഫ്രീഡമായിട്ട് എന്ത് ഇല്ല, എന്റെ ഫ്രീഡത്തിന് അതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഇവര് കൺസീവ് ചെയ്ത സിനിമയാണ്. കഥാപാത്രത്തിന്റെ ഒരു ഫ്രീഡം അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത്, ഇതിങ്ങനെ മതിയോ, ഇത് ഇത്രത്തോളം മതിയോ എന്ന് ഇവർ ഓക്കെ പറയുന്ന ആ രീതിക്ക് തന്നെ ഞാൻ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കഥാപാത്രം എന്ന് വെച്ചാൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ്. ഇങ്ങനെ ഇതാണ് നമുക്ക് വെച്ചാൽ അതിപ്പോ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയാ ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ മീൻസ് ഒരു ഇതുമില്ലാണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതല്ല, ആ ഡയറക്ടർ എന്ത് ആഗ്രഹിക്കുന്നു അത് കൊടുക്കും. നമ്മൾ ചിലപ്പോൾ ആർഗ്യുമെന്റിലെങ്കിലും പോകും, അല്ല അത് കുഴപ്പമാവണില്ലേ, അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ 1-2 തവണ പറയും. അത് കഴിഞ്ഞാൽ ലാലേട്ടൻ വിടും, ശരി അദ്ദേഹത്തിന് അതാണ് ആവശ്യം കൊടുത്തേക്കാം. നമ്മൾ പിന്നെ ആർഗ്യൂ ചെയ്തത് വാങ്ങിച്ച് നമുക്ക് ചോദിക്കാൻ നമ്മുടെ രീതിക്ക് ആക്കാൻ ശ്രമിക്കും. ആക്കാൻ രീതിക്കല്ല, നമ്മൾ പറഞ്ഞത് അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം. ഈവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് ശ്രീനിവാസൻ. ഈ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്തത്. വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ധ്യാൻ വിനീതുള്ള സീക്വൻസ് നിങ്ങൾ കണ്ടതാണ്. നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിട്ട് പോയതാണ്. കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ്. എന്റെ വീട്ടിൽ എന്നെ എന്റെ അച്ഛനെയും പറയണോടാ അതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ അത് സ്ക്രീനിലാണ് കണ്ടത്. എനിക്ക് അപ്പൊ കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഞാനത് കണ്ടിട്ട് ധ്യാനോട് ചോദിച്ചു, ധ്യാൻ ഇത് എങ്ങനെയാ നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ അത് വർഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതോടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അപ്പൊ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിനീതിന് ദേഷ്യം അതൊന്നുമല്ല. അപ്പൊ ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക. കാരണം ഇതൊരു സ്പൂഫാണ്. വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം. കാരണം അത് വിനീതിന്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനഞ്ജയ് ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ്.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവർ സിനിമ ഉണ്ടാക്കുന്ന സമയത്തും കഥ പറയുന്ന സമയത്തും ഇവർ ആരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല. അത് ഐ എം ഡാം ഷുവർ. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി ഇവർ. കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിന്റെ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്ര അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി. ഇന്നതല്ല. ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ 2 ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്ന് അറിയാം. അത് പിന്നെ പോയി സെൻസറിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം, എന്നാലേ ക്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് സമയമെടുക്കും. പിന്നെ ഒരു മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല. ദിലീപേട്ട, ഹലോ, ഇവിടെ ദിലീപേട്ട, ഇപ്പം ദിലീപിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ലാലേട്ടനെ ഒരുപാട് ദിലീപേട്ട അനുകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ദിലീപേട്ട ലാലേട്ടനുമായിട്ട് ഇപ്പം ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അതുപോലെ കുറേ പടങ്ങൾ ചെയ്തു. 2020. അപ്പം എല്ലാവരും മലയാളികളെല്ലാവരും പറഞ്ഞ അപ്പം മലയാളികളെല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മലയാളത്തിൽ സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള കോമ്പോ നിങ്ങളാണ് എപ്പോഴും പറയാറുണ്ട്. അപ്പം ലാലേട്ടനുമായിട്ട് റിയൽ ലൈഫിലുള്ളൊരു ആത്മബന്ധം ഈ ഒരു കോമ്പോയ്ക്ക് സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യം അതാണോ? എനിക്ക് ലാലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ലാലേട്ടനെ അനുകരിച്ചിരുന്ന ഒരാളാണ് മിമിക്രി എന്ന സമയത്ത്. അതിനുശേഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ലാലേട്ടൻ്റെ ഉദർശിച്ചത് മുമ്പിലാണ്. അതിനുശേഷം ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ റിയൽ ആയിട്ടുള്ള മാനറിസംസ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഞാൻ അതിൽ കൈയടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. സിനിമയിലെ ആൾക്കാരുടെ മുമ്പിലും റിയൽ മോഹൻലാൽ എന്താണ്, എങ്ങനെയാണ് പെർഫോം ചെയ്യണേ എന്നുള്ള രീതിയിൽ ഞാൻ പെർഫോം ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്ക് ഒരുപാട് അഭിനയം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് വർണ്ണപ്പകിട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി. പിന്നെയാണ് ഈ പറയുന്ന പോലെ 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ്, എല്ലാത്തിലും അനിയൻ്റെ ക്യാരക്ടറായിരുന്നു. പിന്നെയാണ് ചൈന ടൗൺ. എനിക്ക് തോന്നുന്നു ചൈന ടൗൺ കഴിഞ്ഞിട്ട് ഒരു 14 വർഷം കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം അതെന്തായാലും ആ ഒരു കെമിസ്ട്രി നാച്ചുറലി നമുക്ക് സ്ക്രീനിൽ ഉണ്ടായേക്കാം. കാരണം ബേസിക്കലി നമ്മളൊക്കെ ഇപ്പം എൻ്റെ സീനിയേഴ്സാണ്, മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും. ഞാൻ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ. അപ്പം അന്ന് മുതൽ നമുക്ക് എനിക്ക് ആരോടും ഒരു ഈഗോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പോയിട്ട് 2020 ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിട്ട് നമുക്ക് പോകാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ പോകാം. ഞാൻ ഇപ്പുറത്തെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അതല്ല, ഞാൻ അവരുടെ മുമ്പിൽ എന്താണ് കാര്യം, എൻ്റെ വളർച്ച മൊത്തത്തിൽ കണ്ടിട്ടുള്ളത് അവരാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ എന്താണ് എന്ന് പറയുന്നത് അവർക്ക് 100% എൻ്റെ ഒരു ട്രാവൽ അറിയാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് അവരുടെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പോലും ചോദിക്കാറില്ല. എന്തിനാണ് അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതിൽ ആരാണ് സ്ക്രീൻ സ്പേസ് ഇത്രയും, ആരാ സ്കോർ ചെയ്യണേ, അതൊന്നും ഞാൻ ചോദിക്കാറില്ല. ഇത്രയും സിനിമകളിൽ ഞാൻ അവരുടെ കൂടെ അഭിനയിച്ചാൽ, ഈ 4 പേരുടെ കൂടെ അഭിനയിച്ച സിനിമയിൽ ഞാൻ ഒന്നും ചോദിക്കാതെ പോയിട്ട് അഭിനയിക്കുക ചെയ്യാം. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, അവരിലുള്ള വിശ്വാസമൊക്കെയാണ്. അപ്പം ഈ ഇഷ്ടമായിരിക്കും ആ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം ബബാബയിൽ ഒരുപാട് റെഫറൻസസ് വന്നു ദിലീപേട്ട ഒരുപാട് സിനിമകളിലെ. അപ്പൊ ദിലീപേട്ട ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതൊരു റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സീൻ ഏതായിരിക്കും ബബാബയിൽ ഇപ്പൊ ചെയ്തത്? അല്ല, അതേ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഇഷ്ടത്തിനാണ് ആ സംഭവങ്ങളെല്ലാം ചെയ്തത്. നമ്മൾ പുതിയത് ആഗ്രഹിക്കുന്നു. ഇവരെടുത്തതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ഭായി ഒരു വണ്ടിയായിട്ട് വരുന്നു. നിങ്ങളത് അതിന്റെ വേറെ വേർഷൻ വാളാർപരം അവര് റൺവേയിൽ കണ്ടിട്ടുള്ളതാണ്. പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാൻ മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ. അപ്പൊ അത് അങ്ങനെ തന്നെ വേണം. അതൊക്കെ ഭയങ്കര ഓളോണും തിയേറ്ററിൽ ഉണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ
അങ്ങനെ ആടി വിളയാടുന്ന ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കൊന്ന് 8-10 വർഷമായിട്ട് അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ, ഇപ്പൊ എന്താ പറയാ, ന്യൂ ജനറേഷൻ ഒരു മെച്യൂർഡ് ഇതിലേക്ക് വരില്ലേ, ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മൾ അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതിപ്പോ എല്ലാവരും കുറെ കമന്റ്സുകളും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവരുടെ മുമ്പിൽ എത്താൻ പറ്റി. അത് ശരിയാണ്, ഈ സിനിമയിലൂടെ യൂത്തിന്റെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവര് ചെറിയ മിനി സ്ക്രീനിൽ കണ്ട കാര്യങ്ങൾ അവർ ബിഗ് സ്ക്രീനിൽ വേറെ രീതിയിൽ കണ്ടു. അത് ധനജയുടെ കാൽക്കുലേഷൻ, അവരുടെ ചിന്ത, അത് വർക്കൗട്ടായി. നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് ബാക്ക് ഫെയർ ചെയ്യോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. അതാണ് നമ്മൾ ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് വിട്ടേക്കുന്നത്. ദിലീപേട്ട ഫസ്റ്റ് ഹാഫ് ദിലീപേട്ട ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റിൽ ഇടുന്ന ഒരു സീനുണ്ട്. അതെങ്ങനെയായിരുന്നു ശരിക്ക്? ചൂടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂടായതുകൊണ്ടാ ചൂടാർന്നില്ല. അത് ആ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോ പോക്കറ്റാണ് കണ്ടാവുക. അതിനകത്ത് വെച്ചപ്പോ അത് ഓക്കെ അങ്ങോട്ട് വിട്ടു. അതുണ്ട്. പിന്നെ അങ്ങനെയുള്ള സാധാരണ നമ്മൾ കുടിക്കുമ്പോൾ ഇത്തിരി ചൂട് കുറച്ച ചായയൊക്കെ വിട്ടുള്ളൂ. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതോടാണ് മണിച്ചേട്ടന്റെ പാട്ട് വെച്ചിട്ട് ഫൈറ്റ് ഇടുന്നത്. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ ആഘോഷിച്ചായിരുന്നു. അത് തുടക്കത്തിൽ ഇതിന്റെ മണിച്ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു. 3 4 പാട്ട് വരുന്നുണ്ട്. 3 പാട്ട് ഇല്ല. ആദ്യം നമ്മളിങ്ങനെ ധനിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നി വെച്ചാല് മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണീനെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ പറഞ്ഞു നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് ആദ്യം ഇവര് ആ പാട്ട് മൊത്തത്തിൽ ബട്ട്ലറുടെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ, അത് അതിനേക്കാൾ നല്ലത് വേറെ പാട്ടും കൂടി എടുക്കുക. അപ്പോഴാണ് മണിയുടെ പാട്ടും പിന്നെ ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടും. അപ്പൊ ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു അടുത്ത എൻട്രി വരാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ഇതാ. പക്ഷെ ലാലേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളാ മോഹൻലാൽ ഫാൻസ് ഒക്കെ ആ സമയത്ത് നാച്ചുറലി ലാലേട്ടൻ ഈ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വരവുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആഘോഷമാക്കാന്ന് പറയില്ല. അപ്പൊ യൂത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഗോപി മിക്സ് ചെയ്യും, റീമിക്സ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ. കുറച്ചു കാലം മുന്നേ ഒരു ഫിലിം അനൗൺസ് ചെയ്യുന്നത് പറക്കും പപ്പൻ. അതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിപ്പോ ഉടനെ തന്നെ ഉണ്ടാവും. ദൈവം ഗ്രഹിച്ച് ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി സൂപ്പർ ഹീറോ പരിപാടിയാണ്. കാണ് അന്ന് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ലോക്കലാണ് പപ്പൻ. ഒരു ലോക്കലാണ്, സാധാരണക്കാരൻ. ലോക്കൽ സൂപ്പർ ഹീറോ. അല്ല, ഒരുപാട് ആൾക്കാർ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന മൊമെന്റ്, അതിൽ എന്നെ മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ വന്നോടനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് ഉമ്മയൊക്കെ ചെയ്തു. മീൻസ് അതൊക്കെ നമുക്ക് എന്നാ വെച്ചാൽ ഈ നേരെ കണ്ടിട്ടില്ല, ഒന്നുമില്ല, എന്നെ സ്ക്രീനിലൂടെ മാത്രം കണ്ട് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലേ നമ്മുടെ ഒരു സിനിമ വന്ന സമയത്ത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ വന്ന എടുത്തു പറയേണ്ട പടങ്ങളിലൊന്നാണ് പപ്പ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആവേശം, അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കവിത തിയേറ്ററിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി വന്നു. പിന്നെ ഇപ്പൊ അതിനുശേഷമാണ് ഫാമിലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ ആശീർവാദ് സിനിമാസിൽ പോയപ്പോഴാണ് ഫാമിലിയുടെ ഇടയിൽ നിന്നാണ് ഒരു അമ്മൂമ്മ ഓടി വന്നിട്ട്, പിന്നെ അത് ഞകത്ത് നിന്നപ്പോൾ അപ്പൂപ്പിന് കുറേ പേര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. കണ്ണെപ്പോഴും അറിയുന്ന അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കണ്ണറിയിലാണ്.
നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് പറയുന്നില്ലേ. ഒരു കാരണം ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻസ് ഒക്കെ ഇതിൽ ചെയ്യാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ വിഷ്വൽ കണ്ടില്ലേ, അങ്ങനെ തന്നെയാണ് ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത്. സോ പിന്നെ ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു മൂഡ് അറിയാം, ഇതിൻ്റെ ഒരു വിഷ്വൽ എങ്ങനെ ആയിരിക്കും എന്നറിയാം, പറയണം. സോ അത് പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ ദിലീപേട്ടനൊരു കാരണം. ഞാൻ ഏത് പടം ദിലീപേട്ടൻ വിളിച്ചാലും ഞാൻ അവിടെ ഓടിയെത്തിയിരിക്കും. അത് പണ്ട് പോലെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ട സൈഡാണ് റിയാസ് ഖാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായില്ലേ? ഇനി എല്ലാം ദിലീപേട്ട സൈഡിൽ പോലെ ഉത്തരം ഞാൻ പറയാം. ഞാൻ ആ കാറ് തരില്ല എന്ന് പറഞ്ഞു നമ്മൾ എടുത്തു വെച്ചേക്കത് സെക്കൻഡ് പാർട്ടിന് വേണ്ടേ. ദിലീപേട്ട ആ വണ്ടി ഓടൂല. അതാ ഞാനാ വണ്ടി കൊണ്ടുപോയപ്പോ തന്നെ എഞ്ചിനെടുത്ത് മാറ്റി വെച്ച്. കാരണം അത് ഓടൂല എന്ന് പറഞ്ഞില്ല. ഇവരെന്ത് ചെയ്യും മനസ്സിലായില്ലേ? നമ്മളൊന്നുമല്ല, നമ്മള് അതുവരെ കുറെ റെഫറൻസ് കാണിച്ചു. അവിടുന്ന് നമ്മുടെ പടത്തിൻ്റെതായ 2 വണ്ടികൾ എന്നുള്ള രീതിയിലാണ് ആ 2 വണ്ടി നമ്മളവിടെ കൊണ്ടുവന്നത്. അങ്ങനെയായിരുന്നു ആ ഐഡിയ. പിന്നെ കാട്ടിൻ്റെ അകത്തായിരുന്നല്ലോ അതിൻ്റെ ചേസും വരും. അപ്പോൾ കുറച്ച് ഓഫ് റോഡിലൊക്കെ പോകുന്ന രീതിയിലുള്ള നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലത്തെ ഒരു വണ്ടി ഉണ്ടാവണം. ഈ പടത്തിലെ വണ്ടി എന്ന് അറിയപ്പെടാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും സമയം നമ്മൾ കുറേ റെഫറൻസും ഒക്കെ കാണിച്ചു. അപ്പോൾ അവിടെ നമുക്ക് നമ്മളേതായ ഒരു സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഉണ്ടാക്കിയതാണ്. ശരിക്കും വിജയ് സാറിനെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ? ഫാൻ മൂവ്മെന്റ് എന്നുള്ള ഫാൻ ബോയ് എന്ന ലെവലിലാണ് ഇവിടെ ലൈക്ക് പടത്തിൽ വിജയ് സാറിന്റെ പാട്ടുകളായാലും ചില പറയാൻ പറ്റത്തില്ലേ, അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് വിജയ് സാറെ റെഫർ ചെയ്യാനുള്ള കാരണം? വിജയ് ഫാൻസിനെ അട്രാക്ട് ചെയ്യാൻ എന്നുള്ളതുകൊണ്ടാണോ അതോ വിജയ് ഫാൻ എന്നുള്ള ലെവലിലാണോ? നമ്മള് അങ്ങനത്തെ ആളാണല്ലോ, ആ വിജയ് ഫാനാണല്ലോ. അപ്പോൾ പിന്നെ ഈ കാരണം എന്താ പറയാ, ഇപ്പൊ ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയും കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചാൽ അങ്ങനത്തെ ഇവിടെ വിജയ് സാറിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് അത് റെഫറൻസ് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ പറയുന്ന കേട്ടത് കുറേ റെഫറൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതൊരു വിജയ് സാറിന്റെ പടമാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി റെഫറൻസ് ആൾക്കാർക്ക് കണക്റ്റ് ആവും. അപ്പോൾ അത്രയും ആളുകളിലേക്ക് എത്തിയ ഒരു നടനാണ്, സ്റ്റാറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് DVD കാണുന്ന പടം ഗില്ലിയാണ്. അപ്പം അന്ന് മുതലേ ഞാൻ ഫാനാണ്. ഡയറക്ടറിൻ്റെ അടുത്തായിരുന്നു. ഇവിടെയാണ് ഡയറക്ടറിന് അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് ആദ്യ ദിവസം 7 കോടി എന്നുള്ളത്. എമ്പുരാനായിരുന്നു 10 കോടിയിൽ വന്നത്. സെക്കൻഡ് കേരളത്തിൽ ഏറ്റവും ക്രോസ് വന്ന സിനിമ 7 കോടി. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് 4 കോടിയിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും തിങ്കളാഴ്ചയാകുമ്പോൾ വീണ്ടും സ്റ്റഡി ആവും. അതെന്താണെന്ന് പരിശോധിച്ചിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ബോക്സ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളായതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്ന് ഒരു ഉത്തരം പറയാമെന്ന് കരുതിയത്. അതായത് ഡേ 1 7 കോടി രൂപയ്ക്ക് മുകളിൽ, പിന്നീട് അത് 4 കോടിയായി, ആ രീതിയിൽ പിന്നെ 3 കോടി സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറയും. അതെ 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 സ്ക്രീനിൻ്റെ 2 കാര്യങ്ങളാണ്. 7 കോടി നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് മണിക്കൂർ തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 17,000 ടിക്കറ്റ് എന്നുള്ള ഒരു റെക്കോർഡ് റേറ്റിൽ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ 24 അവേഴ്സിനുള്ളിൽ 1,77,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി വിറ്റ് കഴിഞ്ഞു. ബുക്ക് മൈ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഒരു 70% തിയേറ്ററുകളിലുള്ള ആപ്പാണ്. ബാക്കി സ്വന്തമായിട്ടുള്ള ആപ്പും ടിക്കറ്റും സൊമാറ്റോ പോലെ മറ്റു ആപ്പുകളും ഉണ്ട്. അപ്പം അത് യഥാർത്ഥ കണക്കല്ല. അപ്പം 1,77,000 ടിക്കറ്റ് 24 അവേഴ്സിൽ വിറ്റ് കഴിഞ്ഞു. 7 കോടിക്ക് മുകളിൽ ഡേ 1 പറഞ്ഞതുപോലെ ഒരു ഹിറ്റ് നമ്പർ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവതാർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 93 സ്ക്രീൻസ് രണ്ടാമത്തെ ദിവസം കട്ട് ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഏത് പടം കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ പടം ഫസ്റ്റ് ഡേ 8 മണിക്കാണ് തുടങ്ങിയത്. രാത്രി ലേറ്റ് നൈറ്റ് ഷോ 250-ലധികം ഷോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ.
സെക്കൻഡ് ഡേ നമ്മൾ 8 മണിക്കല്ല, സ്വാഭാവികമായിട്ട് 10 മണി തൊട്ടാണ് ഫാൻ ഷോ ഒന്നും ഇല്ലാത്തതിനാൽ ആഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു 20% ഷോസിൻ്റെ കൗണ്ടിലും കുറവ് വരും, 93 സ്ക്രീനിലും വരും. അതുകൊണ്ടാണ് 4 കോടി എന്നുള്ള സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണ് 4 അധികം പിന്നെ സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പടം ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായ റിവ്യൂ ബോംബിങ് തന്നെയായിരുന്നു ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ടായിരുന്നു. റിവ്യൂ ബോംബിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ്. പക്ഷേ സാധാരണ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പ്രേക്ഷകരുടെ റെസ്പോൺസ് നിങ്ങൾ ഇൻസ്റ്റയിലായാലും ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. പക്ഷേ കടുത്ത ഒരു റിവ്യൂ ബോംബിങ് നേരിട്ടൊരു സിനിമയാണ് എന്ന് പറയുന്ന യാതൊരു ഇതുമില്ല. ഈ ഒരു ബോംബിങ്ങിൻ്റെ വിഷമവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് 1,77,000 ടിക്കറ്റ് വിറ്റിട്ടും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റിൻ്റെ എണ്ണം വരുന്ന, പക്ഷേ റേറ്റിംഗ് വരുമ്പോൾ റേറ്റിങ്ങിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് കണ്ടപ്പോൾ നമ്മൾ ടെൻഷനായി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ ടെൻഷൻ എന്ന് വെച്ചാൽ ധനഞ്ജയ ഡയറക്ടേഴ്സ് മറ്റുള്ളവർ ടെൻഷനായി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോഴും ഗോകുലത്തിൽ നമ്മൾ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ചില പ്രവണതകളുണ്ട്, അറിയാം, ചുരുക്കം ചില ഇപ്പം മുൻകാലങ്ങളിൽ ചിലരെ സ്വീകരിച്ച സമീപനമാണ്, വേണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് കൂട്ടാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോഴും ഗോപാലൻ സാറിൻ്റെ അടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ട് നമ്മളിത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി രൂപ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, പക്ഷേ സിനിമ നിർമ്മിച്ചതിന് ശേഷം അത് പ്രേക്ഷകരുടെയാണ്. അത് സത്യസന്ധമായ സിനിമയാണെങ്കിൽ അതിനൊരു നന്മയുണ്ടെങ്കിൽ ആ ചിത്രം തന്നെ കളക്ട് ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടേ, കൃത്രിമമായിട്ട് റേറ്റിംഗ് കാണിക്കാനോ അല്ല മറ്റു രീതിയിൽ ഇത് ചെയ്യാനോ മറ്റു കാര്യങ്ങളിലൊന്നും പൈസ മുടക്കാൻ താല്പര്യമില്ല. കാരണം ഒന്ന്, ഗോപാൽ സാറിന് ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുന്നതിൻ്റെ റേറ്റ് തൊട്ട് ഇവിടുത്തെ എല്ലാ റേറ്റും അറിയാവുന്ന ഒരാളാണ്. അപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഒരു പുതിയൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സാറിന് അത് ക്ലിയർ ആയിട്ട് വ്യക്തമായ ധാരണ നമ്മൾ കൊടുക്കണം. അതിൻ്റെ അകത്ത് സാർ ഒരു സത്യസന്ധമായ നീതിക്ക് നിരക്കാത്തതാണ് സാറിന് തോന്നുന്നത് ഒരിക്കലും സാർ അംഗീകരിക്കുന്നത്. സാർ എപ്പോഴും പറഞ്ഞതാണ്, കോടിക്കണക്കിന് രൂപ നമ്മൾ ചിത്രം നിർമ്മിക്കാൻ ചെലവഴിക്കുക, അത് സ്ക്രീനിൽ കാണാനുണ്ടാവും. പക്ഷേ ചിത്രം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് റേറ്റിങ്ങിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് വേണ്ട. പലരും സാറിനെ ഉപദേശിക്കുന്നുണ്ട് റിവ്യൂ ബോംബിങ്ങിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും അതിനെതിരെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ചിത്രത്തിൻ്റെ അതൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ ചിത്രം വിജയിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ ആർക്കെതിരെ ഒരു നിയമ നടപടിയോ വൈരാഗ്യ നടപടിയോ ഒന്നുമായിട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലം കണ്ടു. കാരണം ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് ബബ്ബ. ഇന്നലെയും 3-4 മലയാള ചിത്രങ്ങൾ, അന്യഭാഷ ചിത്രങ്ങൾ ഉൾപ്പെടെ വേറെ ഹോളിവുഡ് ചിത്രങ്ങൾ ഉൾപ്പെടെ വന്നിട്ടും 200-ലധികം തിയേറ്ററുകൾ ഇപ്പോഴും ട്രെൻഡിങ്ങിലുണ്ട്. അതായത് 9ാമത്തെ ദിവസം എനിക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർക്ക് പറയാൻ പറ്റും 8 കോടി ഡിജിറ്റിന് മുകളിലാണ് ഇപ്പോഴും കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് 8ാമത്തെ ദിവസം, അതായത് 2ാം വാരം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം അത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉത്തരവേ മലയാള സിനിമ ഇൻഡസ്ട്രി പറയാനുള്ളൂ, സിനിമ സൂപ്പർ ഹിറ്റ് ആണ് എന്ന് മാത്രമാണ്. അവിടെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യങ്ങളൊന്ന് ക്ലാരിഫിക്കേണ്ട. പൊതുവെ പറയുന്ന ഒരു രീതിയാണ്, ഇപ്പൊ പറഞ്ഞല്ലോ റിവ്യൂ കൊടുക്കുന്നതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി ഉപേക്ഷയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഈ സിനിമയൊക്കെ ഇത്രയും ഹൈപ്പ് ഉണ്ടായപ്പോൾ, ഗംഭീരമായിട്ട് ഹൈപ്പ്, നല്ല സിനിമയായിട്ടാണ് ഹൈപ്പ് ഉണ്ടാകുന്നത്, നല്ല കളക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ചില സിനിമാ പ്രവർത്തകർ, ചില ആളുകൾ, ചില റിവ്യൂ ബോംബ് ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നു ആളുകളെ കയറ്റുന്നുണ്ടാകും. ആ പ്രവണത എന്തായാലും ഗോപാലൻ ചേട്ടൻ ചെയ്യില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇങ്ങനെ പറയുന്നവരോട് എന്താണ് പറയാം? നമ്മൾ ഗോകുലം സിനിമ നിർമ്മാണം മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ സജീവമായിട്ട് 3 വർഷം ആയിട്ടുള്ളതാണ്. കോവിഡ് ഇറക്കിയ ശേഷം ഉടലെന്ന ചിത്രം തൊട്ട് അദ്ദേഹം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേക്കുന്നതുമായ അന്യഭാഷ ചിത്രങ്ങളുണ്ട്, മലയാളത്തിലെ സൂപ്പർ ചിത്രങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു രീതിയല്ല ആളെ കയറ്റുന്ന രീതി. കാരണം അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഫ്രീ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല. കാരണം പടം ആളുകൾ വന്ന് കാണട്ടെ, അല്ലെങ്കിൽ നാളെയോ ആളുകൾ പറയും ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുക. അതാണല്ലോ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ്, ഇപ്പം വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം, നമ്മൾ ആളെ കയറ്റി എന്നുള്ളത് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒറ്റ ഉത്തരം മതി. 1,77,000 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ പടം റിലീസാണ് 24 അവേഴ്സിനുള്ളിൽ വിറ്റ ഒരു ചിത്രത്തിന് ഇപ്പം നിങ്ങൾ ബുക്ക് മൈ ഷോ നിങ്ങളുടെ ഫോണിലുണ്ട് നോക്കിയാൽ കാണാം 34,200 വോട്ടുകളാണ് ഇന്ന് വരെ ചെയ്തേക്കുന്ന ആളുകൾ. നമ്മൾ ആദ്യത്തെ ട്രെൻഡ് കണ്ടപ്പോൾ തന്നെ, അതായത് പടം ഇറങ്ങി 8 മണിക്ക് തുടങ്ങി ഒരു ഷോ വിടാണ്ട് 2 മണിക്കൂർ 32 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ദൈർഘ്യം. ഇന്റർവെൽ ഉൾപ്പെടെ ആദ്യം ആളുകൾ വെളിയിൽ ഇറങ്ങണ 10 മണി കഴിഞ്ഞ് 40 മിനിറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ. പക്ഷെ 9:45 ആയപ്പോഴെ പടത്തിൻ്റെ ഫുൾ റിവ്യൂ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും വന്നു തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് ആരും മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ, നമ്മുടെ ബുക്ക് മൈ ഷോയിൽ ഉൾപ്പെടെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ കരുതി കൂട്ടി റേറ്റിംഗ് 10ൽ നമുക്ക് റേറ്റിംഗ് കൊടുക്കുക. എല്ലാവരും നിങ്ങൾ റേറ്റിംഗ് ചെയ്തവരാണ്. 10ൽ 1 എന്നുള്ള രീതിയിൽ ബോട്ട്സുകളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കണ്ടിന്യൂസ് മറ്റുള്ള ഏതോ ആളുകൾ വേറെ ആരോ പേര് ചെയ്ത പോലെ ഇതിനെതിരെ ഒരു ഭയങ്കരമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ചോദിച്ച 1,77,000 ടിക്കറ്റ് എടുത്തതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ ഗോകുലം അല്ല നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിനിമം ഒരു 30,000 ടിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 60 ലക്ഷം രൂപ മതിയല്ലോ.
അത്രയും ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 വേണം മേടിക്കാമായിരുന്നല്ലോ. നമ്മളത് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ടിക്കറ്റ് മേടിക്കുന്ന സ്വാഭാവികമായിട്ട് ആ ടിക്കറ്റിന്റെ വോട്ട് ഇടാനുള്ള അവകാശം നമുക്ക് തന്നെയല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമുക്ക് ഒരു ടിക്കറ്റ് പോലും ഈ പടത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതിന്റെ നിങ്ങൾ കൂടുതൽ റിവ്യൂവിലോട്ട് ബുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, ബോട്ട്സിൽ നിന്നും ഐ വാസ് ഓൺ ദ മൂവി എന്താ യാതൊരു സെൻസും ഇല്ലാത്ത രീതിയിലുള്ള റിവ്യൂ ഒക്കെയാണ് ആൾക്കാർ തികയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മളിനി ഇപ്പറേ നിന്നുകൊണ്ട് എത്ര ആളുകളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് റേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാമ്പയിൻ ഒരിക്കലും വിജയിക്കില്ല. കാരണം അപ്പുറത്തെ പക്ഷം ഇത് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, കച്ചയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മനസ്സിലായതുകൊണ്ടാണ് ബുക്ക് മൈ ഷോ റിവ്യൂവിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ ചിത്രം ട്രെൻഡിങ് ആണ്. ചിത്രത്തിന് ഇപ്പോഴും കളക്ഷൻ ഉണ്ട്. ഇപ്പോഴും ഈവനിങ് ഷോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വൺ ഡിമാൻഡ് തന്നെയാണ് ചിത്രത്തിനുള്ളത്. അതുകൊണ്ട് ചിത്രം സൂപ്പർ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനുള്ള 2 ആഴ്ചകളിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം ക്രിസ്മസിൽ നമുക്കറിയാം ഏത് സീസൺ ആയാലും നമുക്ക് വേണമെങ്കിൽ സേഫ് സോൺ ആയിട്ട് ഡിസംബർ 25 റിലീസ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഏറ്റവും നല്ല സേഫ് സോൺ എല്ലാവരും ഫെസ്റ്റിവലിനെ വരുന്നത്. കാരണം പ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുടുംബ പ്രേക്ഷകരും എക്സാം ഒക്കെ കഴിയാനായിട്ട് ഫാമിലി വെയിറ്റ് ചെയ്യും. കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫാമിലി ഓഡിയൻസ് വരിക. നമ്മളതിന് വെയിറ്റ് ചെയ്യാതെ, കാരണം നമുക്ക് വെയിറ്റ് ചെയ്തൊരു യൂത്ത് ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ 18-ന് റിലീസ് ചെയ്തത്. ഇനി യഥാർത്ഥ ഫാമിലി ഓഡിയൻസ്, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിലീപേട്ടൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ എപ്പോഴത്തെയും സ്ട്രോങ് ഫോർട്ടായിട്ടുള്ള ഫാമിലി ഓഡിയൻസ് ചിത്രത്തിന് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ ഇന്നും നാളെ ഈ വരുന്ന വീക്കെൻഡുകളിൽ തീർച്ചയായും ചിത്രത്തിലെത്തി മറ്റൊരു ലെവലിലേക്ക് ഈ ചിത്രത്തെ കൊണ്ടുപോകും. 50 കോടിയിൽ നിന്നും 100 കോടി ക്ലബ്ബ് വിദൂരമല്ല എന്നുള്ള 100% കോൺഫിഡൻസിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ദിലീപേട്ട അതിൽ നിന്ന് ചോദിക്കാം. ഇപ്പൊ റിവ്യൂ ബോംബിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഇതേപോലെ പ്രേക്ഷകരാണ് ഒരു സിനിമ തീരുമാനിക്കുന്നത്, വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതല്ല. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ട്, ഒരു മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരാളുടെ റിവ്യൂ കേട്ടിട്ട് എന്നാൽ കൊള്ളാമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രേക്ഷകരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. കാരണം ഇതേപോലെയുള്ളവർ ഇത് ആദ്യമായി നടക്കുന്ന ഒരു ഇൻസിഡന്റ്, ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പെയ്ഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ അവർക്ക് തോന്നുന്ന അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുണ്ട്. അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ദിലീപ് എന്താ പറയാനുള്ളത്? എൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി. ലാസ്റ്റ് ഇറങ്ങിയത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി. ആ സിനിമയ്ക്കും സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുലരാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരുമല്ല, പ്രേക്ഷകരാണ് പ്രതികരിച്ചത്. ഈ സിനിമ ഒരു ലോജിക്കും ഇല്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന് റിവ്യൂ പറഞ്ഞത് ഭയങ്കര എനിക്ക് മനസ്സിലാവുള്ള അതിൻ്റെ എന്താ. പക്ഷെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും, അതിന് അവർക്ക് ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും. അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആവുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക. അതെല്ലാം കാണാം, കേൾക്കാം, പക്ഷെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എടുക്കണം, എന്ത് കാണണം, എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും. അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കേട്ട് പോയി കഴിഞ്ഞ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന ഒരാൾക്കാരായി മാറിപ്പോകും. അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേൾക്കാം, ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം, എല്ലാം ശരിയാണ്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്ന് പറയും. ഇപ്പം ഞാൻ ഇതുവരെ റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ളൂ. ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല. ഞാൻ പോയി തന്നെ സിനിമ കാണും, അതെന്നെ ആസ്വദിച്ചു. ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും. ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടോ, അയ്യോ ഞങ്ങൾ ഈ സിനിമ OTT വന്നപ്പോഴാണ് കണ്ടേ, ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്ന് പറയുക. തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. അത് എല്ലാ സിനിമകൾക്കും. ഇപ്പം നമ്മൾ പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ,
ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന, അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. സത്യമാണ്, നമ്മൾ 150 രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവുക. അത് ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്, സർക്കാരിനെ ബാധിക്കുന്നില്ല. എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോറിക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ? തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ? എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര മോശമാട്ടോ, ആണ് ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു, ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു. അപ്പം എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അത് നമ്മൾ എന്തിനാ അങ്ങനെ എത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നു? വ്യക്തിഹത്യയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിറ്റിസിസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് അതല്ലല്ലോ. ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടോടെ, ചോദ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിയാം, പക്ഷെ അതിനെങ്കിലായിട്ട് നമുക്ക് സമയപരിമിതി ഉണ്ട് എന്നുള്ളത് കൂടി ഉറപ്പെടുത്തുകയാണ്. സോ ഏറ്റവും അവസാനത്തെ ചോദ്യമായിരിക്കും എന്നുള്ളത് ഉറപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റൊരു ചോദ്യം നിങ്ങൾ ആര് വേണമെന്നുള്ളത് തീരുമാനിക്കാം. ലോജിക് ഇല്ലാതെ കണ്ട് ആഘോഷിക്കേണ്ട സിനിമയാണ് ബബ ബബ അല്ല ബബ എന്ന് പറയുമ്പോ സോറി ഭയഭക്തി ബഹുമാനം, പിന്നെ അടുത്ത ബായിക്ക് ബബ എന്ന് പറയുമ്പോ ദിലീപേട്ടന്റെ ഓർമ്മകളെ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപേട്ടൻ. ജോണി ആന്റണി ചേട്ടന്റെ ഫസ്റ്റ് പടം സിഐഡി മൂസ. സത്യമാണ്. അതെ. അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് സിഐഡി മൂസ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു? കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. ദിലീപേട്ടൻ ഏതോ ഒരു പ്രസ് മീറ്റിൽ, അന്നത്തെ ഏതോ സ്റ്റുഡൻസ് ഓൺലി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന്. അപ്പോ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല, എന്തായിരുന്നു സിഐഡി മൂസയുടെ ഒരു പ്രത്യേകത? സിഐഡി മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്യൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവില്ല. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞു, എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴുവ് കടിക്കൂലേ, പുഴുവ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടേ ജയ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിന് ജയ, ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയും ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യും. അപ്പൊ ദിലീപേട്ട ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, സിഐഡി മൂസയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും? നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ PR തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിന് എന്ത് സംഭവിക്കാൻ പോണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ
എത്ര ഇപ്പൊ 2-3 തലമുറയായിട്ട് ആ കുറച്ച് സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കും. റീ റിലീസ് പ്ലാൻ ഉണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച 2026 CID മൂസ റീ റിലീസ് ഉണ്ടാവും. വേണോ? വേണം. നമ്മളിത് കൊണ്ടുവന്നിട്ട് അത് പ്രിന്റ് പബ്ലിസിറ്റി കാശ് കൊടുക്കാൻ പറ്റാണ്ടായി പോരുത്. ആലോചിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞ കേട്ടോ ആ പടത്തില്. കാരണം എനിക്കെന്താ അറിയാമോ, എനിക്ക് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയണം. ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ പറ്റുന്നത്. ഇപ്പൊ ഈ മീശോദവന്റെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് അതിന്റെ ഡ്യൂറേഷന്റെ കാര്യത്തില് ലാൽ ജോസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഡ്യൂറേഷൻ കാരണം ചിലപ്പോൾ പടം പരാജയപ്പെടുമെന്നുള്ള ടെൻഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ജയലളിത ചേട്ടനായിക്കോട്ടെ, സലീമായിട്ടാണ്, അവരും കൂടിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പൊ സിനിമകളിലും പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ധ്യാൻ ചേട്ടനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത്രയും എഫേർട്ടിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഇപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പഴയതും തമ്മിലുള്ള എന്തോ വ്യത്യാസമാണ് എന്താണ് സിനിമയിൽ? എഫേർട്ട് എവിടെയും വേണം. എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്തില്ലേ കാര്യങ്ങൾ നടക്കില്ലല്ലോ, അല്ലേ? അപ്പൊ അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 3-4 പേര് അതിനെക്കുറിച്ച് സിൻസിയറായിട്ട് സംസാരിക്കും, ചർച്ച ചെയ്യും. എന്താണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലന്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ. ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി ഇതൊരു സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കൂറ്റമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മം ഉണ്ടാവില്ലേ, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടി. ഈ സൈലന്റ് സിനിമയിൽ ആകെ 2 ഡയലോഗായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. പക്ഷേ അതിൽ ത്രൂ ഔട്ട് ഡയലോഗ് ദിലീപൻ ഉണ്ടാക്കുന്ന ഈ ലാൽ ജോസ് സാർ എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടു. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്ക് എന്താണ്? അത് നമ്മൾ ജീവന്മാരുടെ പോരാട്ടം എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ, അതിൽ നിന്നാണ് ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്ത് നച്ചൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. ഒരു ഷോട്ടിൽ അപ്പൊ അവിടെ നിന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അല്ലാതെ നമ്മുടെ മിടുക്ക് മാത്രമല്ല, പിന്നെ ദൈവാനുഗ്രഹം, ഒരു ഭാഗ്യം. പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ഒരു റോസാപ്പൂവായിട്ട് ഒരു പെൺകുട്ടിയിലെ അന്ന് ഞാൻ സാറിന്റെ കൂടെ, ഞാൻ കമൽ സാറിന്റെ കൂടെ മാത്രമേ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോർജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ. ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ. കമൽ സാറിന്റെ കൂടെ ചെയ്യുമ്പോഴും കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോ ലയൺ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പൊ വേറൊരു ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷെ അതിന്റെ മീറ്റർ മാറി ഇച്ചിരി സീരിയസ് ആവുന്ന സിനിമയാണ്. ദിലീപേണ്ണന്റെ കറക്റ്റ് മീറ്റർ എവിടേക്കാണ് കോമഡി അവിടെ കോമഡി, സീരിയസ് ആവുന്ന സ്ഥലത്ത് സീരിയസ്, കയ്യടിക്കേണ്ട സ്ഥലത്ത് കയ്യടി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ്, ഇപ്പൊ ദിലീപേണ്ണല്ല വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പടം എങ്ങനെയാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മള് അതില് നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. എന്നാ അത് അയാളുടെ ഹീറോയിസും ഉണ്ട്. കാരണം അന്ന് ഞാൻ ജോർജ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഇതിന് ഞാൻ ഓക്കെ ആണോ? കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത്, മനസ്സിലായി? അപ്പൊ അതിന് ഞാൻ ഓക്കെ ആണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ആ സിനിമ നന്നായി ഓടുകയും ചെയ്താണ് ആ സമയത്ത്. ഇതില് ബബബയില് ഗോപാൽ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആളെ കൺവിൻസ് ചെയ്യാൻ പാടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? ഇല്ലില്ല, കൺവിൻസിംഗ് ഒന്നുമില്ല. എല്ലാം ധനജയ് പറയുന്ന പോലെ തന്നെ പുള്ളി ചെയ്തു. പിന്നെ ഇടവും പാലവും ലാലേട്ടനും നമ്മളൊക്കെ നിൽക്കണോണ്ട് പുള്ളി ആ ഹരത്തിൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് ഡാൻസ് ഒക്കെ ചെയ്തു. കണ്ടില്ലേ? കണ്ടു. അതാ ചോദിച്ചത്, ആളെ പുള്ളിക്കാരെ കൺവിൻസ് ചെയ്യാൻ
വല്ല പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. ഇല്ലില്ല, പൈസ കൊടുക്കുമ്പോ ആരെങ്കിലും ഡാൻസ് കളിച്ചു. അല്ല, പുള്ളിക്കാരനല്ല പൈസ ഇറക്കണത്. അപ്പൊ അല്ല, അതാ പറഞ്ഞത്, എങ്ങനെയും പെട്ടെന്ന് തീർക്കാന്ന് പറയില്ലേ. ദിലീപേട്ടാ, ഇവിടെ 3-4 ദിവസം ഈ പപ്പയുടെ അഴിഞ്ഞാട്ടം സോങ്ങിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ ഒരു ഡാൻസിന് വേണ്ടി ഇത്രത്തോളം എഫർട്ട് ഇട്ട വേറൊരു സിനിമ ഉണ്ടാവും? അത്രയും ജൂനിയർ ആർട്ടിസ്റ്റ് അത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റ്, അതേപോലെ സാൻഡി മാസ്റ്ററിന്റെ ക്രൂ തന്നെ അത്രയും ക്രൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ ദിവസങ്ങളിൽ എനിക്ക് 7 ദിവസത്തോളം എന്തോ അതിൽ കൂടുതലെന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? 4 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? 3 ദിവസത്തോളം ഷൂട്ടില് 3 ദിവസം അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി. അപ്പൊ അത്രത്തോളം ഒരു എഫേർട്ട് മറ്റേതെങ്കിലും ഒരു ഡാൻസ് സീനിന് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, സാൻഡി മാസ്റ്റർ വന്ന് പഠിപ്പിക്കുന്നു, ഇപ്പുറത്ത് ലാലേട്ടൻ പഠിക്കുന്നു. നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 പേരും അത്ര യൂണിഫോമിൽ ചെയ്യണം. ഇവരാണെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ട് പഠിപ്പിക്കുന്നു. ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഗ്രേസ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ അത് രണ്ടും നോക്കിക്കണ്ട് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അതിനു മുമ്പ് എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമുള്ള ഒരാളാണ്. പിന്നെ ഈ മീശമാധവനിലും CID മൂസയിലും അവിടെ തുടങ്ങി കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബി ഹൗസിൽ ബല്ല ബല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ. അപ്പോൾ ഓരോ സമയത്ത് ഇത് കഴിച്ചിലായി കഴിയുമ്പോൾ എന്ന് പറയുന്നൊരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരാൾ. ഞാൻ ഒരിക്കൽ കൂടി ഇടപെട്ടോട്ടെ, ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കൂടെ എത്തിക്കണം. ദിലീപേട്ട മലയാളത്തില് ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ സാർ. അദ്ദേഹം ചെയ്ത സിനിമകളിൽ വേറൊരു മറ്റൊരു കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതേപോലെ ആണ് അദ്ദേഹത്തെ ലെജൻഡാണ്. ഇന്നും റെഫർ ചെയ്യുന്ന സിനിമകളിലെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പം ഇനി അങ്ങനത്തെ ഒരു സിനിമകൾ അതേപോലെ ചിരിപ്പിക്കുകയും ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അതേപോലെ സിനിമകൾ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചൊരു ഓർമ്മകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ സാർ? അല്ല, അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലെ ഒന്നല്ല വെച്ചാൽ റൈറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസ്യത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ജെന്യുവനായിട്ടുള്ള ഒരാൾ, മനുഷ്യസ്നേഹി, പിന്നെ നല്ല ചങ്കൂറ്റ ഒരാൾ. പിന്നെന്താ പറയുക, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ, നല്ല കലാസ്വാദകൻ, പ്രസൻസ് ഓഫ് മൈൻഡ്, ഹ്യൂമർ സെൻസ്. അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു അവതാരം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ള ഒരു അടുപ്പുണ്ട്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട്, ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ട് കേട്ട് നോക്കൂ, എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം. എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞ് കേട്ടപ്പോൾ ഇത് വേറെ തരത്തിൽ. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ. ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലും ഒക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഷൻ എന്ന് പറയുന്ന പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. അപ്പോൾ അതുപോലെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് അദ്ദേഹം 2 സിനിമയിൽ ചെയ്തു. ആ 2 സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന 2 സിനിമകൾ തന്നെയാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും ശ്രീനിവാസൻ ഒരു എന്താ പറയുക, ഒരു മറക്കാൻ പറ്റാത്ത ലെജൻഡ്, നമുക്ക് അഭിമാനിക്കാവുന്ന, എടുത്തു പറയുന്ന, നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനേട്ടൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരുപാട് ചോദ്യങ്ങൾ, ഇതിനേക്കാൾ ഉത്തരങ്ങൾ ഇപ്പോഴും കേൾക്കുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷത്തിന്റെ ഒരു ദിലീപേട്ട കൈയോടുകൂടി ഒരു സെൽഫി നമുക്ക് ഒതുക്കാമെന്ന് തോന്നുന്നു.